ചിക്കൻ കറി വ്ളോഗ് ചെയ്യാൻ വന്നിട്ട് പകുതി കറി ഉണ്ടാക്കി വെച്ചേക്കുവാന്ന്. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റ് എന്നൊക്കെ എഴുന്നേറ്റ് പതുക്കെ നടന്നു തുടങ്ങിട്ടോ. ഫസ്റ്റ് തിങ് ഐ എം ഗോണ ഡു, എൻ്റെ നന്ദിനിയുടെ ചിക്കൻ കറി ഭയങ്കര ഫേമസാണ്. ഫേമസ് ഇൻ ദ സെൻസ് ഞങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ചേട്ടന്മാർ ഈ ചിക്കൻ കറി കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ക്രേവ് ചെയ്തിരിക്കലാണ്. 2 പേരും നാട്ടിലേക്ക് വരുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോഴേക്കും നന്ദിനി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈയിടെ അവരിടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ തുടങ്ങി, നിനക്കെങ്കിലും ഈ റെസിപ്പി ഒന്ന് പഠിച്ച് വെച്ചുകൂടെയെന്നേ. കാരണം അത് അത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രഷ്യസാണ്. ഫാമിലിയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടം. സോ ഇത്തവണ വന്നിങ്ങനെ ബെഡ് റെസ്റ്റിൽ കിടന്നപ്പോൾ എനിക്ക് ഇതെങ്കിലും ഒന്ന് പഠിക്കണം എന്നുണ്ട്. സോ നന്ദിനിനെ കൊണ്ട് ഞാനിന്ന് ആ കറി ഉണ്ടാക്കിപ്പിക്കുക. ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ തറവാട്. എൻ്റെ കുട്ടിക്കാലം ഫുൾ അവിടെയായിരുന്നു. എനിക്ക് തോന്നുന്ന അമ്മേനേക്കാൾ കൂടുതൽ നോക്കിയിട്ടുള്ളത് നന്ദിനിക്ക് 2 പെൺമക്കളും 1 ആൺകുട്ടിയുണ്ട്. എൻ്റെ 2 ചേച്ചിമാരും. ഞാൻ ഫുൾ ടൈം ഇവിടെയാണ്, ഫുൾ ടൈം. അവരും അവരുടെ പിള്ളേരും അവരെ കുറേ ഞാൻ എടുത്ത് നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വളർന്ന് പന്തളിച്ചു. സോ ഇതാണ് നന്ദിനി. തന്നെ ചീത്ത പറയണം. നന്ദിനിനെ കാണിച്ചു കൊടുക്കണം. നന്ദിനെ എല്ലാവർക്കും അറിയാം. സോ നന്ദിനിയുടെ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര യമ്മി ചിക്കൻ കറി ആട്ടെ. എന്തോ കൈപ്പുണ്യാണോന്ന് അറിയില്ല. ഇത് നമ്മൾ പിന്നീട് ഉണ്ടാക്കി നോക്കുമ്പോൾ ആ ടേസ്റ്റ് വരാണെങ്കിൽ സക്സസ് ആവും. ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. പക്ഷെ ഇന്നിവിടെ നന്ദിനി അത് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയപ്പോൾ പകുതി പണി ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇത് വെളിച്ചെണ്ണയിലല്ല നന്നാൻറ്റി? വെളിച്ചെണ്ണയില് സവാളയും തക്കാളി ഉപ്പില്ലേ? ആ വഴട്ടുക. അപ്പൊ ആദ്യം സവാള കുറച്ചായിട്ടല്ലേ തക്കാളി ഇട്ട് ഇതിൽ പറഞ്ഞു. അതില് നോക്കി കഴുകി അതില് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചൂടാക്കിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ചൂടാക്കി ഇതിലിട്ടു. ഈ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയുടെ കണക്ക് പറ. അത് ചിക്കൻ അനുസരിച്ച് മുളക് പൊടി കൂടുതൽ എടുക്കണം, കുറവുണ്ടെങ്കിൽ കുറവ്. പിന്നെ വേറെ ഞാനേ ഇത് കേട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി 2 മണി പെരിഞ്ചീരകം ഏലക്കായ ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടും. ചെയ്യാനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കും. ഇവിടെ നമ്മുടെ റെസിപ്പി മാറ്റാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് തന്നെ. ഇത് മുമ്പ് ഒരാൾ ഈ ചിക്കൻ കറി പഠിച്ചു, എന്നിട്ട് അമ്മയുടേതായ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അത് ചാമ്പളാക്കി. അമ്മ ഒന്നും പറയണ്ട, അമ്മ ഒരു ഇൻഗ്രീഡിയന്റ് അച്ചു പഠിക്കാൻ പോവാ. ഓക്കെ അച്ചു ചെല്ലങ്ങോട്ടാ. കൈ നന്നായി കഴുകി. എന്താണ് കാണിക്കത് ഏതാ? യെസ്. ആ പീസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വീട്ടിൽ യുദ്ധം. ഇതിലേക്ക് പറയാം. അത് ഇത് കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കുന്നു. നാളികേരപ്പാൽ വെച്ചു. ഇനി ശരിയായ അടിച്ചത് ഇതൊന്ന് തുറന്ന് കാണിക്കോ? ഇതില് ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഏലക്കായ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ 1 സ്പൂൺ നാളികേരം അതിലിട്ട് വറക്കും. അപ്പോൾ വറുത്ത് ആ നാളികേരം മൂത്ത് മൊരിഞ്ഞാൽ അപ്പോൾ ഇറക്കി വെച്ച് അത് ചൂടാറുമ്പോൾ മിക്സിയിലടിക്കും.
അത് ഇതിലൊഴിക്കും. ഓക്കെ, മോള് തന്നെ കഴിയുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് റെസിപ്പി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലേ നമ്മൾ ചെയ്യുന്നതിന്റെ? ഇപ്പൊ മനസ്സിലായിന്ന്. അമ്മ എത്ര കൊല്ലായി, അനിയത്തി എത്ര കൊല്ലായി കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ബൈ ദ വേ, നന്ദിനിയുടെ അനിയത്തിയാണ് ഇത്. അതായത് എൻ്റെ അമ്മ ലഡു. എന്നാലും ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഓ, വാ തുറക്കരുത്. എന്റെ നന്ദിനിക്കൊരു പ്രത്യേകത ഉണ്ട്. വാ തുറക്കണത് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം. ചെറുതില് കിട്ടിയിരിക്കുന്ന അടി എന്നെ പറമ്പിൽ ചുറ്റോടിച്ചിട്ടടിക്കും. എണ്ണ തേക്കാൻ, കുളിക്കാൻ, പിന്നെന്തിനാ? പണ്ടത്തെ ഭീകരി ആയിരുന്നു. ഭീകരി കണ്ടാ പറയോ? ഭീകരി. അച്ഛനെ പിടിച്ചറിയാൻ ഇനി ഇതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ചിക്കൻ ഫ്രൈ. അതിന്റെ മസാല ഒന്നും വിടാണ്ട് പിടിച്ചതെങ്കിലും ഫസ്റ്റ് കിട്ടട്ടെ. പഠിക്കാൻ പറയാ മുളകുപൊടി, ഇപ്പൊ ഈ മുളകും മഞ്ഞളും ഉപ്പൂട്ടില്ലേ, കുരുമുളക് പെരിഞ്ചീരകം അത് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ല പൊടിയായില്ലേ. അപ്പൊ അത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം കൂട്ടി മിക്സിയിൽ അരയ്ക്കുക. ലേശം ഉപ്പിട്ടിട്ട് അത് നന്നായി അരഞ്ഞ് വരുമ്പോ ഒരു പാത്രത്തിലാക്കി വെക്കുക. അതിന്നിട്ടത് എന്നിട്ട് പിന്നെ നമുക്ക് വേറെ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ഉപ്പും കലർത്തിയിട്ട് ഈ മസാലയിൽ ഒരു കുറച്ചെടുത്താൽ മതി. അത് ചിക്കൻ അനുസരിച്ച് എടുത്താൽ മതി. കണ്ടോ? ഇത് ഇനി ഒന്ന് ചാലിക്കണം. വെറുതെ ഒരു ചെറുനാരങ്ങ ഒരു പകുതി പിഴിഞ്ഞൊഴിക്കുക. ഒരു മലർത്തി പിടിച്ച് പിന്നെ പെട്ടെന്ന് പോരുന്നല്ലേ. വേസ്റ്റ് ചെയ്യാറില്ല. അതൊന്ന് ചാലിക്കും. പോരങ്ങടുത്ത് ചാലിക്കാൻ കേട്ടോ. ഒരു നുള്ളു വെള്ളം. ഇതിൽക്കിട്ട് എല്ലാം കൂട്ടി അങ്ങോട്ട് തിരുമ്പിക്കുക. ഇവിടെ ചിക്കൻ ഫ്രൈ, ഇവിടെ ചിക്കൻ കറി. ഈ ചിക്കൻ കറിയുടെ സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ ഞങ്ങൾക്ക് ഫുൾ നോസ്റ്റു ആണ്. നോസ്റ്റു ഇതായിരുന്നു ഞങ്ങളുടെ തറവാട് കേട്ടോ, പണ്ടത്തെ തറവാട്. ഈ വീട് ആക്ച്വലി പണ്ട് നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നിയിരുന്നതാണ്. ഇവിടെ ഒരു തൊഴുത്തുണ്ട്, അപ്പുറത്ത് ടാങ്കും കിണറും കുളവും, ഭയങ്കര വൈബായിരുന്നു. ഒരു
ഇതെന്തോ മുണ്ടും പൊക്കി അല്ല പാമ്പ് വന്ന് എനിക്ക് ഓടാൻ പോലും പറ്റും. അച്ഛനെ എടുത്തോടും എന്നാ പറഞ്ഞിട്ടുള്ളല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എടുക്കണം. പാമ്പ് പിന്നെ ഓട്ടിച്ചു വിടാം. പട്ടി വന്നാലാ കുണ്ടിമേൽ കടിക്കുമ്പോ ചിലപ്പോ ബെൽറ്റിലായിരിക്കും കടിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഒരു കോൾ ഉണ്ടായിരുന്നു, എന്താ പറയാ, നെൽപ്പാടം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫുൾ വൈക്കോൽ തുറുവായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നെല്ല് പുഴുങ്ങിട്ട് എന്താ ചെയ്യല്, നെല്ല് പുഴുങ്ങലും പത്തായപ്പോര അതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. കാണുമ്പോ ഭയങ്കര കുഞ്ഞായി തോന്നും, പക്ഷെ ഇറ്റ് വാസ് ബിഗ് ആക്ച്വലി. കുളം എവിടെ? കുളം അവിടെ വേണ്ട, അങ്ങോട്ട് പോകണ്ട. അവിടെ ഫുൾ കാട് പിടിച്ച് കിടക്കാം. അവിടെ കുളം. ഞാൻ എൻ്റെ അമ്മമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ. കറുത്തമ്മ എന്നാ വിളിക്കുക. കറുത്തമ്മയുടെ ഒക്കെ സ്വഭാവം കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മേ ബി ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കാം. ഞാൻ അമ്മമ്മയുടെ കൂടെ തന്നെയായിരുന്നു ചെറുതിൽ. ആൻഡ് എൻ്റെ അമ്മമ്മേനെ മറവ് ചെയ്തിട്ടുള്ളത് അവിടെയാണ്. സോ എവ്രി ടൈം ഐ കം ഞാൻ അവിടെ പോകും, അമ്മമ്മേനോട് കുറച്ച് നേരം സംസാരിക്കും, തിരിച്ചു പോകും. ഇത്തവണ അതിന് പറ്റിയില്ലായിരുന്നു. സർജറിക്ക് പോകുന്നതിന് മുമ്പേ വരുന്ന അങ്ങനെ മര്യാദക്ക് വിളിക്കും. ഇങ്ങോട്ട് വരുന്നതല്ല നല്ലത്, ഞാനല്ല സർജറി കഴിഞ്ഞെടുക്കണം. ഇങ്ങോട്ട് വാ തളച്ചി. ഓക്കെ, കമ്മിങ്. ഇത് കണ്ടില്ലേ? വേണ്ട, ഉറുമ്പ് കയറണച്ചു. തട്ടിയിട്. ഊർന്നെടുത്ത ഞാൻ ഇങ്ങോട്ട് വാ. ഇതിനകത്ത് നില ഞാൻ ഊരിയെടുത്ത്. ഇനി ഫിക്സ് ചെയ്യോ? ഞാൻ ഫിക്സ് ചെയ്ത് ചീറ്റിപ്പോയ ചേച്ചി. ചെത്തിപ്പോ. നമുക്ക് ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. എല്ലാ തവണയും പറമ്പിൽ ഈ ഒരു റൗണ്ടടി പതിവാണ്, പക്ഷെ ഇത്തവണ ഫുൾ കാട് പിടിച്ച് കിടക്കുക. പിന്നെ ഒത്തിരി ഓടാനും വയ്യ, അതുകൊണ്ട് ദൂരേക്ക് പോയില്ല. കുളമൊക്കെ മേ ബി നെക്സ്റ്റ് ടൈം കാണിച്ചുതരാം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും ഋതുഭാവങ്ങൾ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും ഋതുഭാവങ്ങൾ. വികാരം ഓഫ് ദ യൂണിവേഴ്സ്. അതൊരു സൈഡിൽ വെച്ചപ്പുറത്ത്